ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് 2024 പ്രാക്ടീസ് ചെയ്യാവുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് പ്രത്യേകിച്ചും നമ്മൾക്ക് ഒരു മനസ്സിന് നല്ല ഉന്മേഷം തരുന്നതും നമ്മളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ പല കാര്യങ്ങൾക്കും നമുക്ക് എമോഷണലിയും സ്പിരിച്വലിയും ഫിറ്റായിട്ടും ഫീൽ ചെയ്യുന്നതാണ് നമ്മളുടെ ഏകാന്ത ധ്യാനങ്ങൾ എന്ന് പറയുന്നത്. അത് ഒറ്റയ്ക്ക് നമ്മളൊരു മുറിയിലിരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് ആണെങ്കിലും നമുക്ക് ക്വയറ്റായിട്ടുള്ളത് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാവുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത് തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്നത് പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ ധ്യാനിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. അതിന് നമ്മളുടെ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഏകാന്ത ധ്യാനത്തിന് സഹായകരമായ ഏതാനും നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി, ദിനം പ്രതി ഒരു നിശ്ചിത സമയം വേർതിരിച്ച് വയ്ക്കുക. അത് പ്രഭാത സമയമായിരിക്കും ഏറ്റവും അനുയോജ്യം. സങ്കീർത്തനം 5:3 ഇങ്ങനെ പറയുന്നു: യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുമെന്ന്. സങ്കീർത്തനക്കാരൻ അത്രമാത്രം കാത്തിരിക്കുന്നവർ ഫീലിങ്ങിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ 63 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു: ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നുവെന്ന്. അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ രാവിലെ സമയം തന്നെ അതിനായി വേർതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 19:27 നമ്മൾ കാണുന്നു: അബ്രഹാം രാവിലെ എഴുന്നേറ്റു, താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. അതായത് രാവിലെ എണീക്കുന്നത്, അതുപോലെ തന്നെ മകനെ യാഗം കഴിക്കാൻ പോകുമ്പോഴും അതുപോലെ അബ്രഹാം അത് രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് റെഡിയായി ദൈവം നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമതായിട്ട്, സൗകര്യപ്രദമായൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. അത് നമ്മളുടെ ക്വയറ്റായിട്ടിരിക്കാൻ പറ്റുന്നതായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ വേദപുസ്തകത്തോടൊപ്പം പേനയും നോട്ട്ബുക്ക് എന്നിവ കരുതുന്നത് നന്നായിരിക്കും. മൂന്നാമതായി, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 119:11 ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുവെന്ന്. അതുപോലെ 18-ാം വാക്യത്തിൽ പറഞ്ഞു: നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാനായിട്ട്, ധ്യാനത്തിനായിട്ട് ചിലവഴിക്കുന്ന ഈ സമയം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ വേദപുസ്തകം ക്രമമായി പഠിക്കുക. അത് ആദ്യം മുതൽ അവസാനം വരെ കുറേശ്ശെയായി പഠിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ പുതുതായിട്ട് ഉള്ള ഭാഗങ്ങൾ വായിക്കുന്നത്, പുതിയ നിയമവും സങ്കീർത്തനങ്ങൾ സദൃശവാക്യങ്ങളൊക്കെയും പ്രാരംഭമായി പഠിക്കുന്നതും നല്ലതാണ്. അതുപോലെ പഠനവിധേയമാക്കുന്ന വേദഭാഗം പല പ്രാവശ്യം മനസ്സിരുത്തി വായിക്കുന്നത് നന്നായിരിക്കും. ഒരു ദിവസത്തെ പഠനം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അത്രയും അതിന് മധ്യേ ഒതുക്കി വേദഭാഗങ്ങൾ ഒരുക്കി നിർത്തുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഓർത്തിരിക്കുവാനും ഹൃദയസ്ഥമാക്കുവാനൊക്കെയും അത് സഹായിക്കും. അതുപോലെ അടുത്തതായി നമ്മൾ ചെയ്യേണ്ട ഒരു ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് നമ്മൾ അത് പഠിക്കുന്നത് നന്നാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ഓർത്തെടുത്ത് ദൈവത്തിന് സ്തുതി കരയറ്റുവാനായിട്ട് സാധിക്കണം. അത് നമ്മൾ അനുസരിക്കേണ്ടതായ കൽപ്പനകളെക്കുറിച്ച്, നമുക്ക് അവകാശമാക്കുവാനായിട്ടുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ച്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ മുന്നറിയിപ്പുകളെക്കുറിച്ച് ഒക്കെ നമുക്ക് പഠിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നമ്മൾ സ്വീകരിക്കേണ്ട നല്ല മാതൃകകളും ഉപേക്ഷിക്കേണ്ടത് തെറ്റായ മാതൃകകളും വേദഭാഗത്തു നിന്നും നമ്മൾ ഉപദേശങ്ങൾ സത്യവേദ പുസ്തകത്തിൽ നിന്നും ഉപദേശം കൈക്കൊണ്ട്
നമ്മൾക്ക് ദൈവത്തിന് ഇന്ന് നമ്മോട് നൽകുവാനായിട്ടുള്ള ദൂത് എന്താണെന്നും തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. വചന പഠനം പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ആ അറിവുകളെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക. അങ്ങനെ ജീവജലത്തിൻ്റെ നദികൾ നമ്മളിലൂടെ ഒഴുകി മറ്റുള്ളവരിലേക്ക് എത്തുവാനായിട്ട് ഇടയാകും. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അനുഭവമാണെന്ന് നമ്മൾ അറിയേണ്ടതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 21, 23 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ അവൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 23-ാം വാക്യം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ പിതാവും പുത്രനും നമ്മളോടൊപ്പം നമ്മുടെ വചനം അനുസരിക്കുമ്പോൾ, അതനുസരിച്ച് ജീവിക്കുമ്പോൾ, നമ്മൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവമായ കർത്താവും നമ്മുടെ പിതാവുമായ ദൈവം വന്ന് വാസം ചെയ്യുമെന്ന് പറയുന്നു. നമ്മളത് വിശ്വസിച്ച് നമ്മൾ ഏകാന്ത ധ്യാനത്തിലായിരിക്കാനായിട്ട് അതിനുള്ള അവസരങ്ങളെ നമ്മൾ തന്നെ ക്രമീകരിച്ച് ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിന് വളരെ ഗുണപ്രദമായിരിക്കും. 2024 ആണ്ടിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കാം, ദൈവകൃപയ്ക്കായി യാചിക്കാം. എല്ലാവരെയും ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാവരേക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. ബായ്.